ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷാർജ ഷേക്കാണ്. വളരെ ചെറിയ കുട്ടികൾക്കടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഇവിടെ പ്രസൻറ്റ് ചെയ്യണത്. പിന്നെ എങ്ങനെ നമുക്കത് പ്രസൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാക്കറ്റ് പാലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡുള്ള ഈ നീല കളറുള്ള ഷെയ്ഡുള്ള പാക്കറ്റ് പാലാണ് നമ്മളിതിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ വേണ്ടത്. അത് നല്ല കട്ട പാൽ വേണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കിയാൽ മതി. പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര, പിന്നെ പഴം, പിന്നെ നട്ട്സ്, പിന്നെ 10 രൂപയുടെ ബൂസ്റ്റ്. നമ്മൾ 10 രൂപയുടെ 2 പാക്കറ്റാണ് ഞങ്ങളിവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ജാർ എടുക്കുക. അത് ജ്യൂസ് ജാർ തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മൾ ഈ കട്ടപ്പാൽ എടുക്കുക. കട്ടപ്പാലിൻ്റെ പാക്കറ്റ് നമ്മൾ പൊളിക്കുക. എന്നിട്ട് ആ പാക്കറ്റ് പൊളിച്ച് നമ്മളത് ഇത് കുറച്ച് ഇതിൽ പാലുണ്ട്, അത് കുഴപ്പമില്ല. ബാക്കി നമ്മളത് അങ്ങനെ ഈ ജാറിലേക്ക് നമ്മളിടുക. വെച്ചാൽ നമ്മൾ നല്ല എത്രത്തോളം ഇത് കട്ടയാവുന്നുണ്ടോ അത്രത്തോളമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ മാക്സിമം നമ്മളിതിൻ്റെ കട്ടയായിട്ട് തന്നെ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി വല്ല സ്പൂണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പൂണോ അല്ലെങ്കിൽ കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടത് ഉടയ്ക്കാം. ഒന്നുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടയും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ജാറ് നല്ല പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പെട്ടെന്നൊന്ന് ക്രഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഴം. ഇപ്പം ഞാനൊരു ചീർപ്പ് പഴത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ മുഴുവൻ ഇടുന്നില്ല. ഒരു പാക്കറ്റ് പാലിലേക്ക് ഒരു 3-4 പഴം ഇട്ടാൽ മതി. ഇവിടെ എനിക്ക് കുന്നമ്പഴമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ എനിക്ക് മൈസൂരി പഴമാണ് കിട്ടിയത്. ഞാനിതിലിപ്പോൾ മൈസൂരി പഴമാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോൾ ഒരു 2-3-4 മൈസൂരി പഴം ഞാനിതിൽ ചേർക്കുകയാണ്. അത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം, പക്ഷെ അത് നമ്മളിപ്പോൾ ഒന്നിച്ചിട്ട് അടിക്കണ കാരണം കൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി. അതൊന്നും കൂടി ഒന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ പഴം വല്ലാണ്ട് അളിഞ്ഞ പഴമായിട്ട് നമ്മളിതിൽ ഇടാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഒരു ചെറിയൊരു കാർച്ചയുള്ളതാണ് വെച്ചെങ്കിൽ കുറച്ചുകൂടി, ചിലവർക്ക് ആ കാർച്ച ഇഷ്ടമില്ല വെച്ചെങ്കിൽ അങ്ങനെ വേണ്ട, നല്ല പഴുത്ത തന്നെ ആയിക്കോട്ടെ. പക്ഷെ വല്ലാണ്ട് പഴുപ്പ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കട്ടി പോയിട്ട് ഒരു ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഷേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു കട്ടിയിലാണല്ലോ നമ്മൾ സെർവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് കുടിക്കുമ്പോൾ നമ്മളൊരു കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ജ്യൂസ് ആവുമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 പഴം ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു 10 രൂപയുടെ ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റ്. അത് ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. നമുക്ക് ഏകദേശം ഇട്ടിട്ട് എത്രത്തോളം, പിന്നെ ബൂസ്റ്റ് നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ബൂസ്റ്റ് കൂടുതൽ വേണമെന്നല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ 2 പാക്കറ്റ് ഇടാം. ഞാനിതിൽ 1 പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കിത് കുറച്ചും കൂടിയും എൻ്റെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നണ കാരണം കൂടി ഞാനൊരു 1.5 പാക്കറ്റ് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയുടെ കാര്യവും തന്നെയാണ്. നമുക്ക് വല്ലാണ്ട് മധുരം ഒന്നും വേണമെന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് മധുരം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടുക. ഞാനെന്തായാലും ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ രണ്ടാമതാണ് കേട്ടോ ഈ അര പാക്കറ്റ് ബൂസ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. കാരണം കുറച്ചും കൂടി എനിക്ക് തോന്നിയത് എല്ലാതും കൂടി ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടി വേണമെന്ന് തോന്നി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളതാണിത്. വേണ്ട, അതിപ്പോൾ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ മാക്സിമം എത്ര കട്ടിയാവുന്ന അത്ര ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മളുടെ ഈ ഷേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പഴത്തിൻ്റെ ഷേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ്സിലേക്ക്.
അപ്പോൾ നമുക്കിതിന് പ്രധാനമായിട്ട് നമ്മൾ സെർവ് ചെയ്യണം. ഞാനിവിടെ നിലക്കടലയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാനിവിടെ ഒരു 20 രൂപയുടെ നിലക്കടല മേടിച്ചിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനതിൽ അടിയിലൊരു ലേച്ചിട്ടുണ്ട് സെർവ് ചെയ്യണതിൽ. എന്നിട്ട് അതിൻ്റെ മീതയ്ക്ക് ഞാനിത് ഈ ഷേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഞാനിവിടെ ഈ നിലക്കടല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കശുവണ്ടി പരിപ്പോ ബദാം പരിപ്പോ ചെറിയോ അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിക്കോ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടാം. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് തയ്യാർ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷേക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക.